അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ പിസ്സയുടെ മുഴുവൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബേസ് റെഡിയാക്കണം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ചൂടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊരു 10 മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ കണ്ട ചെറുതായിട്ട് കുമ്പളകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് 2 ഗ്ലാസ് മൈദമാവാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മൈദപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ചപ്പാത്തിയുടെ പരുവത്തിൽ നന്നായിട്ട് ഒരു ഡോവായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ മാവിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഒലിവ് ഓയിൽ ഇല്ലാച്ചെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് ഇതേപോലെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ മാവ്. ഇനി പിസ്സയിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് റെഡിയാക്കണം. 400 ഗ്രാം ചിക്കൻ ചില്ലി പോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളകും പൊടി, അതേപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ 1 ടീസ്പൂൺ ക്രഷഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ചിക്കന് മസാല ചേർത്ത് വെച്ചിട്ടുള്ള ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ബട്ടർ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും മതി കേട്ടോ. പിന്നെ പിസ്സയിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 ഇഞ്ച് പരുവത്തിൽ കുറച്ച് കൂടുതൽ മാവ്, ചപ്പാത്തിനൊക്കെ കുറച്ച് കൂടുതൽ മാവ് എടുത്തിട്ട് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രൈ പാനിലിട്ടിട്ട് 2 ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ഭാഗത്ത് നമുക്ക് ഫോർക്ക് കൊണ്ട് ഇതേപോലെ ഒന്ന് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് സോസ് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലോടെ ഒന്ന് പരട്ടി കൊടുക്കാം കേട്ടോ. നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസാണ് കേട്ടത്. പിന്നെ ഞാൻ മോസറല്ല ചീസ് ഷ്രെഡ് ചെയ്തത് നന്നായിട്ട് എല്ലോടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ക്യാപ്സിക്കം, നേരത്തെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചത് ഞാനൊരു 3 കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കളർഫുള്ളായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ 3 കളർ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ആയാലും മതി കേട്ടോ. പിന്നെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പകുതി കുക്കാക്കിയിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതുള്ളതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മാത്രം. മഷ്റൂം ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പിസ്സ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഒലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്നും കൂടി ഞാൻ ഈ ഷ്രെഡ് ചെയ്തിട്ടുള്ള മൊസറല്ല ചീസ് ഒന്നും കൂടി ഒരു ബേസ് ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് പകുതി വേവിച്ചിട്ടുള്ള ചിക്കനെ ഞാനത് എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. എല്ലാ ഭാഗവും കവർ ചെയ്യണ രീതിയിൽ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. മൊസറല്ല ചീസ് നമുക്ക് എല്ലായിടും എത്ര ആവശ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ ആവശ്യം ഉണ്ടെങ്കിൽ അത്രയും കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാവരും ആവശ്യാനുസരണം ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒരു ലിഡ് കൊണ്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സിമ്മിലാക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതേപോലെ എല്ലാ ചീസും നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അത് ഓൾറെഡി എല്ലാതും കുക്കായിട്ടുള്ള ഐറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചീസൊന്ന് കുക്കായി കിട്ടിയാൽ മതി കേട്ടോ. ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതിയായിരുന്നു കേട്ടോ. ഇനി ഞാൻ ഇത് സെയിം സാധനം തന്നെയാണ് പിസ്സയുടെ ബേസ് വാങ്ങിച്ചത്, റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടുന്ന ബേസാണ് കേട്ടോ. അത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചിട്ട് ഇതേ സെയിം സംഭവങ്ങൾ തന്നെ ഞാൻ ചെയ്തിട്ടേക്കുന്നു കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ല നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ബേസ് നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ടും ചെയ്യട്ടെ. നമുക്ക് എല്ലാതും വീട്ടിലാക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അല്ലാന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ബേസ് വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. അങ്ങനെ ആയാലും ചെയ്യാം കേട്ടോ. അതേപോലെ പിസ്സ സോസും പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. പക്ഷേ അതിനേക്കാൾ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പിസ്സ സോസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ മുന്നത്തെ വീഡിയോ പോയി നോക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇനി പുറത്ത് പോയിട്ട് പിസ്സ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നല്ല റേറ്റാണ് പിസ്സയ്ക്ക് പുറത്തൊക്കെ. നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇതാക്കാം. അല്ല പിസ്സ ഹട്ടിൽ നിന്നൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങാം. അല്ല നമ്മുടെ വീട്ടിലാവുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചുരുങ്ങിയ റേറ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നുള്ളൂ കേട്ടോ. നമ്മൾ പിസ്സയുടെ മേലെ ഓർഗാനോ സ്പ്രെഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം സോസിൽ ഓൾറെഡി ഓർഗാനോ സ്പ്രെഡ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മേലെ ചേർക്കണം എന്നില്ല കേട്ടോ. അതിൻ്റെ മേലെ ചില്ലി ഫ്ലെക്സ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കനെ നമുക്ക് പല രീതിയിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ബാർബിക്യൂ സോസ് ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും, ചില്ലി സോസ് ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഫോഗ് ചെയ്തിട്ട് ആ സ്മോക്ക് എഫക്റ്റ് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. ഈ വെജിറ്റബിൾസ് തന്നെ എല്ലാതും വേണം എന്നില്ല. നമുക്ക് നമ്മളുടെ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും പിസ്സേനെ മേക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പല ഫ്ലേവറിലും ചെയ്യാൻ പറ്റും കേട്ടോ. സ്വീറ്റ് കോൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റും, ചീസ് മാത്രമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ 1 ടൈമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.